എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞാൻ ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് മുറ്റത്ത് പച്ചപ്പ് ഹരിതാഭയൊക്കെ കണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നേരത്തെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ വാൾനട്ടും പിസ്തയും ഡേറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം വില ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിധമാണ് ഒരു 3-4 അങ്ങനെ ഒരു പീസായിട്ടാണ് ഇടുന്നത്. പിന്നെ ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് പാലും ഏത്തപ്പഴവും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഡേറ്റ്സ് ചേർക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ്സിലെ തന്നെ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊക്കോളും. പിന്നെ പാലിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം, പച്ചവെള്ളമല്ല, തിളപ്പിച്ചാറ്റിയ നമ്മൾ തണുക്കുന്നില്ലേ, ആ വെള്ളവും കൂടി ചേർത്ത് അതിൻ്റെ തിക്നെസ് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പോൾ ഫുള്ള് ഞാൻ പാലൊഴിക്കാതെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ പണിയൊക്കെ തീർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഒരു ഷേക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് നേരത്തെ ലഞ്ചൊക്കെ നേരത്തെ റെഡിയാക്കാമല്ലോ. എന്നിട്ട് ഞാനും എല്ലാം കൂടി ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ആ ഷേക്കൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. മക്കൾക്കുള്ള ലഞ്ച് ഞാൻ സ്കൂളിൽ കൊണ്ടു കൊടുക്കാറാണ് പതിവ്. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ളടത്തൊക്കെയുള്ള പരിപാടിയിലേക്ക് കടന്നേ. ഒരു രസവും ഒരു ഉരുളക്കിഴങ്ങ് മസാലയും റെഡിയാക്കി, പിന്നെ ചോറും റെഡിയായേ. ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തി കൂടി അരച്ചേ. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഞാൻ റെഡിയാക്കിയത്. കാരണം അതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞു. നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് വേറെ പണികളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യം വലയടിക്കലായിരുന്നേ. വലയടിക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ജനലിൻ്റെ പൊടി തുടയ്ക്കലും വലയടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എഫേർട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല. ചിലപ്പോൾ ഈ മാസത്തിൽ ഒരു തവണ എന്നുള്ളത് 2 ആഴ്ചയിലൊരിക്കലായിട്ട് മാറാറുണ്ട്. പിന്നെ ഓണം ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ, അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും തൂത്തുവാരുന്നതിനോടൊപ്പം തുടയ്ക്കുകയും ചെയ്യാറുണ്ട്. കാരണം ചിലരൊക്കെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ തുടയ്ക്കുക. തൂത്തെല്ലാവരും വരും, തുടയ്ക്കുക അങ്ങനെ ആയിരിക്കില്ലേ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും അത് ചെയ്യാറുണ്ട്. ആ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഉച്ചയ്ക്കലത്തെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിച്ചണിലേക്ക് കയറുള്ളൂ. തൂത്തുവാരി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ഒരു പകുതി ജോലി ഒഴിവായി കിട്ടിയതുപോലുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് അത് ഞാൻ എന്നും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് മിസ്സാക്കാറുള്ളൂ. പിന്നെ ഈ തറ തുടയ്ക്കുന്ന കാര്യമൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീനായിട്ട് കുറേ നാളുകളായിട്ട് ആ കാര്യം ശീലിച്ചു വന്നതുകൊണ്ട് സ്ഥിരം ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കൾ പറയുന്നത് പോലെ എനിക്ക് 2, 3, 5 മണി പ്ലാന്റ് ഉണ്ട്. അതിനെയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് വെള്ളമൊക്കെ മാറ്റി അതിനൊരു അരുവിയിലാണത് നിൽക്കുന്നതെന്ന് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ഫീലിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുക്കാറുണ്ട്. കഴുകിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് ഇലയൊക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. വേരൊക്കെ പൊട്ടിപ്പോവാതെ അങ്ങനെ എടുക്കാറുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതിന് ചെയ്താൽ എന്തെങ്കിലും പറ്റുമോയെന്നും എനിക്കറിയില്ല. അത് നശിച്ചു പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ പ്രത്യേകിച്ചൊന്നും വേറൊന്നും പറ്റിയിട്ടില്ല. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ മകൻ്റെ ഗോലികളാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി കുപ്പിക്കകത്തിട്ട് വെള്ളത്തിനകത്ത് കുപ്പിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ചെടിയായിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റിയതാണ്. ഇവിടുത്തെ ഓരോ പ്ലാന്റോസിനും ഓരോ പ്ലേസ് ഉണ്ട്. വെള്ളത്തിലൊക്കെ മുങ്ങിക്കുളിച്ച് തലയൊക്കെ തോർത്തി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫ്രഷ് ഫീൽ കിട്ടിയേ. അവർക്കും അങ്ങനെ ആയി കാണും. കാരണം ആഴ്ചയിൽ ഒരിക്കലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടമ്മമാരായിട്ട് വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയേ. സാധാരണ മന്ത്ലി ഷോപ്പിങ്ങിന് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ പോവാറാണ് പതിവ്. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും ലുലുവിൽ പോവല്ലേ, അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണേ. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബർഗറും ഐസ്ഡ് കോഫി ആയിരുന്നേ. ഈ ഐസ്ഡ് കോഫി തന്നെ 3 പേർക്കുള്ളതും 3 ഫ്ലേവർ ആയിരുന്നേ. പാലൊഴിച്ചത് അങ്ങനെ പല ഫ്ലേവർ ഉണ്ടായിരുന്നേ. ആ ബർഗർ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഈ ഐസ്ഡ് കോഫി ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നേ. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സ്
അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ, ഡോർമാറ്റ്, ബാത്ത് ടവൽ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ താഴെ ഓഫറിനുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ജീൻസ് പാൻറ്റ്സ്, ടീഷർട്ട്, ഷൂസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് മുകളിൽ സുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറയാൻ നേരത്താണ് ഇളയ ആൾക്ക് കേക്ക് കണ്ടപ്പോൾ കേക്ക് കഴിക്കാനായിട്ട് മോഹം തോന്നിയത്. അവ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള കേക്കുകളും നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വെറൈറ്റിയാണ് അവൻ പിടിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണേ വാങ്ങിയത്. എന്തായാലും വന്നതല്ലേ, ഞാനും കൂടി ഒരു ചിക്കൻ പപ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾ ഊബറിൻ്റെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നേ. വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകാനും ലേറ്റായേ. ഇത് തൊട്ടടുത്ത ദിവസത്തെ കാഴ്ചയാണ്. ഞാൻ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് വിരിയും കർട്ടനും ഒക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അന്നാണ് ഉണങ്ങി കിട്ടിയത്. അപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് ഒന്ന് വിരിച്ച് റീസെറ്റ് ചെയ്ത് വെച്ചേ. അങ്ങനെ കർട്ടനും സെറ്റ് വിരിയൊക്കെ ഇട്ടൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എൻ്റെ ഹാളിൻ്റെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞതായിട്ട് എനിക്ക് ഫീലായതേ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ലുലുന്ന് കുറച്ച് ഡ്രസ്സ് ഐറ്റംസും ബെഡ്ഷീറ്റ്, മാറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നെന്നോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ജോഗറിൻ്റെ ഒരു പാൻറ്റാണ്, ആൺകുട്ടികൾക്കുള്ളത്. 11 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രായം എഴുതിയിരിക്കുന്നത്. ഇതൊരു ജോഗർ ടൈപ്പ് പാൻറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 രൂപയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷനും ഓണവും ഒക്കെ ആയതുകൊണ്ടും ഈ കളർ അവനില്ലാത്തത് കൊണ്ടും ഈ റേറ്റിനങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം ഒരുവിധപ്പെട്ട ടീഷർട്ട് കളറൊക്കെ കോമ്പിനേഷനൊക്കെ നന്നായിട്ടങ്ങ് ചേരും. അതുകൊണ്ട് ഇതെടുത്തതാണ്. പിന്നെ ഞാൻ 2 ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ടീഷർട്ടാണ് ഇത്. ഇതിൻ്റെ വില വന്നിട്ട് 179 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല ടൈപ്പ് ഇതൊക്കെയാണ്. സാധാരണ ഇവന് പുറത്തിടാൻ ഞാൻ മാത്രമേ ഡ്രസ്സ് വാങ്ങാറുള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ ഈ ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ ചെറുതാകുമ്പോഴോ കളർ ഫെയ്ഡാകുമ്പോഴോ ഒക്കെ ഞാൻ ഉപയോഗിക്കാറാണ് പതിവ്. ഈ ടീഷർട്ട് വന്നിട്ട് 199 രൂപയുടേതാണ്. ഈ കോമ്പിനേഷനിൽ അവളൊരു ടീഷർട്ടില്ല. ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വന്നിട്ട് 99 രൂപയുടെ തോർത്താണ്. ഇത് പെട്ടെന്ന് അഴുക്കൊന്നും പറ്റി അറിയാത്തൊരു കളറായതുകൊണ്ട് ഞാനിത് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉള്ളൊരു ടവലാണ്. നല്ലതായിട്ട് തല തോർത്തിയാൽ തോർന്നൊക്കെ കിട്ടും. ഈ വൈറ്റ് കളർ ടവൽ വന്നിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. മറ്റേ ടവലിനെക്കാളും മെറ്റീരിയൽ എന്തോ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ തോർത്തും അതേ നീളവും വീതിയൊക്കെ ഉള്ളതാണ്. കളർ മാത്രം കുറച്ച് ചേഞ്ച് എന്നേ ഉള്ളൂ. പിന്നെ മെറ്റീരിയലിനും കുറച്ച് ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഞാൻ 2 മാറ്റ് വാങ്ങിയിട്ടുള്ളതിൽ ഒന്ന് ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇത് ഈ നീളത്തിലും വീതിയിലും ഉള്ളതാണ്. ഒന്ന് 199 രൂപയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ എനിക്ക് ഈ വൈറ്റ് കളറിൽ ഇത് വേറൊരു കളറാണ്. ഇത് വൈറ്റ് കളറിൽ വരുന്ന ഈ ലൈൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഈ ബെഡ്ഷീറ്റ് വന്നിട്ട് ഒരു ക്യൂൺ സൈസിൻ്റെ അളവിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 599 രൂപയാണ് ഈ ബെഡ്ഷീറ്റിൻ്റെ റേറ്റ്. ഇത് നല്ല കോട്ടൺ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല സോഫ്റ്റൊക്കെയാണ്. പിടിച്ച് നോക്കിയിട്ട് നല്ല സോഫ്റ്റൊക്കെയാണ്. ഇത് 2 പില്ലോ കവറും ഉണ്ട്. ഈ കിടക്കുന്ന കട്ടന് മാച്ചായിട്ടാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തത്. ഇത് വന്നിട്ട് വേറൊരു ബെഡ്ഷീറ്റാണ്. ഇത് കിങ് സൈസാണ്. കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. 699 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് 2 പില്ലോ കവറൊക്കെ ഉണ്ട്. പിന്നെ സുഡിയോന്ന് ഞാൻ എനിക്കായിട്ട് എടുത്തൊരു സാധനമാണ് ഈ പെർഫ്യൂം. ഇത് ലേഡീസിൻ്റെതാണ്, ലേഡീസ് പെർഫ്യൂമാണ്. ഇതിൻ്റെ പേരിതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 199 രൂപയാണ്. ആ വിലയ്ക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അസാധ്യമായിട്ടുള്ള മണമാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു. മൂത്തയാൾക്ക് അങ്ങനെ ഒരുവിധപ്പെട്ട പെർഫ്യൂമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതാണ്. അവൻ എടുത്തപ്പോൾ പറയുകയും ചെയ്തു ലേഡീസിൻ്റെ പെർഫ്യൂമാണ്, ഞാൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന്. പക്ഷേ ഇന്ന് രാവിലെ പുള്ളിക്കാർ സ്കൂളിൽ പോയപ്പോൾ അടിച്ചുകൊണ്ട് പോയത് ഈ പെർഫ്യൂമാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു പെർഫ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 1.5 ദിവസത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.